ഈ 18 വർഷം എന്ന് പറഞ്ഞപ്പോൾ രാജിച്ചാൻ പറഞ്ഞ പോലെ ഓർത്ത് ഞാൻ അപ്പോഴും ഓർത്ത് 18 വർഷം ആയപ്പോഴാണ് അത് മെച്യൂരിറ്റി ആയത്. As Raichan reminded, 18 years is when we are attaining maturity. 18 വയസ്സിന് മുമ്പേ പിള്ളേർ കല്യാണം കഴിച്ചാൽ കേസ് കൊടുക്കാം. Before 18 years, it is unlawful for someone to get married. 18 വയസ്സ് പൂർത്തീകരിച്ചാൽ പിന്നെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. But once they complete 18 years, they have the right to get married. അപ്പോൾ ഇന്നൊരു മെച്യൂരിറ്റിയിലേക്ക് സഭ പ്രവേശിച്ചിരിക്കുകയാണ്. So the church is coming to an age of maturity. 18 വർഷം പൂർത്തീകരിക്കുകയാണ്. 18 years are completed. അതിന്റെ കർത്താവിന്റെ ദാസനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ദൈവം തന്നെ ധാരാളം അനുഗ്രഹിക്കട്ടെ. So I therefore congratulate the man of God, and may the Lord richly bless you. നിങ്ങളെ ഓർക്ക് എന്നും 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 പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ സന്തോഷമുണ്ട്. I joyfully want to let you know that I pray for them and remember them every day. എക്സാജറേഷൻ ഒന്നും ഇല്ല. എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും. റോണി പാസ്റ്ററിനും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. There is no exaggeration. Every single day I remember Ronnie Pastor and Shirley Pastor, and in that list you all are included. പ്രാർത്ഥിക്കാതെ ഞാൻ എൻ്റെ കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. I have never woken up from my bed without praying. അതിശയോക്തി ഒന്നുമില്ല. There is no exaggeration. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്. That has become a part of our lives. പറച്ചിലിൽ മാത്രമല്ല സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്നത്. എല്ലാ മേഖലയിലും പ്രവൃത്തിയിലും മറ്റുള്ളതായിരിക്കുന്ന ക്രമീകരണത്തിലും അവരെ ഞങ്ങളെ സ്പിരിച്വൽ ഫാദറായി മദറായി കരുതിക്കൊണ്ടിരിക്കുന്നു. Not only in prayer that they consider us as spiritual parents, in every area of their life they honor us and consider us as spiritual നന്ദിയും ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. For that we extend our gratitude. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. I would like to say many things. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. But I want to remind one thing. ഇത് കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി, കർത്താവിന്റെ ഷോർലി ആന്റിക്കും റോണി ബ്രദറിനും വേണ്ടിയിട്ടാണ്. This is for the men of God, Ronnie Pastor and Shirley Pastor. ജെനസിസ് 17 അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Genesis 17:15 onwards. ദൈവം പിന്നെയും അബ്രാഹാമിനോട് നിന്റെ ഭാര്യയായ സാറായി എന്ന് വിളിക്കേണ്ട, അവളുടെ പേര് സാറ എന്നിരിക്കണം. Then God said to Abraham, as for Sarai your wife, you shall not ഞാൻ അവളെ അനുഗ്രഹിച്ചു, അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. I will bless her and also give you a son by her. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും I will bless her. അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും She shall be the mother of nations. ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളിച്ചെയ്തു. Shall be born from her. അപ്പോൾ അബ്രാഹാം കവിഴ്ന്നു വീണ് ചിരിച്ചു. Then Abraham fell on his face and laughed. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അബ്രാഹാം ചിരിയുണ്ടായത്. By this time Abraham just fell off and laughed. വലിയ വാഗ്ദത്തം ദൈവം കൊടുക്കുകയാ. God is giving a great promise. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. I will bless you. നിങ്ങളെ വലിയ അനുഗ്രഹം പറയുക. You shall be a great blessing. എന്നിട്ട് ആ ജാതികളുടെ രാജാക്കന്മാർ നിങ്ങളിൽ ഉത്ഭവിക്കും. Kings of nations shall be born of you. നിന്റെ ഭാര്യ സാറ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. Your wife Sarah will bear you a son. ഇതെല്ലാം കേട്ട അബ്രാഹാം ഒറ്റ ചിരി. But after hearing all this, Abraham just laughed. എന്നിട്ട് പറയുക, എന്നിട്ട് എന്താ പറഞ്ഞു നോക്കുന്നേ, ഇസ്മായേല് മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. ഇസ്മായേൽ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രാഹാം പറയുന്നു. And Abraham said that Ishmael might live before you. എന്ന് പറഞ്ഞാൽ അബ്രാഹാം ഇപ്പോൾ പറയുന്നത് വലിയ വാഗ്ദത്തമൊക്കെ ലഭിച്ചുവെങ്കിലും അബ്രാഹാം പറഞ്ഞു, എനിക്ക് പണ്ട് ദാസിയിൽ ഒരു കൊച്ചൻ കിട്ടിയിട്ടുണ്ട്. ഈ 100 വയസ്സായി എനിക്ക് മകനെ പ്രസവിക്കുമോ, 90 വയസ്സായ സാറ പ്രസവിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് അബ്രാഹാം അത് ചിരിച്ചത് കേട്ടോ. Although Abraham received such a great promise, he is asking a question. I have born a son through my servant. എന്നിട്ട് അദ്ദേഹം പറയും, എനിക്ക് ഇസ്മായിൽ ജീവിച്ചാൽ മതിയെന്ന്. And then he tells God, it is enough for me that Ishmael lives. അതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് അബ്രാഹാം ആഗ്രഹിച്ചത്. ഞാൻ ഓർപ്പിച്ചതാണ്. Abraham wanted to be satisfied with Ishmael. ഞങ്ങൾക്ക് ഇപ്പോഴുള്ള കൂട്ടായ്മയൊക്കെ അങ്ങ് പോയാൽ മതിയോ എന്നല്ല റോയ് പാർട്സ് ചിന്തിക്കേണ്ടത്. ഇനി രാജാക്കന്മാരും പ്രഭുക്കന്മാരും നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. Maybe Ronnie Pastor is thinking this current fellowship is enough, but kings are going to come to you. ഓൾറെഡി നമുക്ക് വാഗ്ദത്തം ഉണ്ട്. We already have a promise. അവിടെ കൊണ്ട് ചുരുങ്ങാൻ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് ചുരുങ്ങാനല്ല നമ്മുടെ ആഗ്രഹം. Don't be limited to what you already have.
ഇതിനപ്പുറമായി നമുക്ക് വാഗ്ദത്തം കിടക്കുകയാണ്. We have a greater promise. രാജാക്കന്മാരും പ്രഭുക്കന്മാരും നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായി തീരണം. Kings and princes should be part of our ഭരണാധികാരികൾ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാകണം. certain people in authority should be part of രാജ്യത്തിന്റെ our നിയമങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ ആൾക്കാരുണ്ടായിരിക്കണം. The lawmakers of the nation should be part of our fellowship. അതുപോലെ നിലവാരങ്ങളിലേക്ക് സഭയെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God wants to lift the church to such levels. രാജാക്കന്മാരും മന്ത്രിമാരും പ്രവാചകന്മാർ മാത്രമല്ല, രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ നമ്മുടെ കൂട്ടായ്മയിൽ ഉയരും. Kings and ministers should be part of this fellowship. അപ്പോൾ പറയും ഇതുകൊണ്ട് ഇരിക്കാനല്ല നമ്മുടെ ആഗ്രഹം കേട്ടോ, വലിയ വലിയ പദ്ധതികൾ നമുക്കുണ്ട്. God has great plans. We need not be limited to what we already ഈ have. കൊച്ചു ആലയത്തിന്റെ അകത്ത് ഒതുങ്ങി തീർക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't want to limit us to this small church. 100 കണക്കിന് ബ്രാഞ്ചുകൾ നമുക്കുണ്ടാകണം. We need to have hundreds of branches. എല്ലാ ബ്രാഞ്ചുകളിലും ഔദ്യോഗികമായിരിക്കുന്ന രാഷ്ട്ര തലവന്മാരെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടായും. And in every branch there has to be people to do the administration. ഉപരിപ്ലവമായിരിക്കുന്ന ഒരു ഉണർവ് പ്രസംഗമല്ല ഞാൻ പറയുന്നത്. I am not talking about a superficial revival message. കൊച്ചാരംഭത്തെ ഇത്രയാക്കിയ ദൈവത്തിന് ഇനിയും വലുതാക്കാൻ കഴിയും. If the Lord could bless a small fellowship and make it so much, He can do even greater ഞങ്ങൾ things. സാക്ഷിയ 3 പേരെയും കൊണ്ട് ആരംഭിച്ച ശുശ്രൂഷയാണിത്. We are witness that this fellowship started with 3 people. ഇപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ, നമ്മളെ വീഡിയോ പ്ലേ കണ്ടു കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നത് UAE നിന്നും UK നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇപ്പോൾ സാക്ഷി പ്രസ്താവിക്കാൻ തുടങ്ങി. Through the video we saw from UAE and UK and various parts of the world, people were witnessing. തീർച്ചയായും നമ്മുടെ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കും. The Lord will surely bless our work. ഇത് വിശാലമായ നിലവിലേക്ക് കൊണ്ടുവരും. God will extend our territories. നമ്മൾ ഒതുങ്ങി നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't want to limit us. ഇനിയും വലിയതായ നിലവാരങ്ങളിലേക്ക് സഭയുടെ വളർച്ച ഉണ്ടാകാൻ പോവുകയാണ്. The church is going to grow to greater levels. ദൈവം ഓൾറെഡി നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. God has already given us the promise. നമ്മൾ അതിന് പരിധി വെക്കരുത്. We shouldn't limit God. ഇസ്മായേലിനെ കൊണ്ട് മതിയാക്കാൻ തൃപ്തിപ്പെടരുത്. Don't be satisfied with Ishmael. ഇസ്മായേൽ അല്ല, നിന്റെ ഭാര്യ സാറ നിനക്ക് തന്നെ ഒരു മകനെ It's not Ishmael, but your wife Sarah will bear you a son. അവനോട് എന്റെ നിയമം നിത്യനിയമമായിരിക്കും. അവനോട് എന്റെ നിയമം നിത്യനിയമമായിരിക്കും. And my covenant with him shall be everlasting covenant. അവനാണ് എന്റെ സാക്ഷാൽ സന്തതി. He is your real seed. ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ സാക്ഷാൽ സന്തതി. The real seed is from Isaac. അങ്ങനെ ഇസ്ഹാക്കിലൂടെ ഒരു വലിയ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. And now God is going to begin a new work through Isaac. എന്ന് പറഞ്ഞാൽ ജോണി പാസ്റ്ററുടെ തലമുറകളിലൂടെ കർത്താവ് വലിയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. Which means God is going to begin great ministries ഇവിടെ through Ron Pastor's generation. തന്നിലൂടെ ആത്മീക ജനനം പ്രാപിച്ച അനേകരുടെ ദൈവത്തിന്റെ സഭയെ വളർത്താൻ പോവുകയാണ്. God is going to raise the church through many spiritual children born here. എനിക്ക് വളരെ സന്തോഷമായി ഇവിടുത്തെ ഡിസിപ്ലിൻ കേട്ടപ്പോൾ. I was very glad to hear about the discipline in this church. 4 കാര്യങ്ങൾ ആഗ്രഹിച്ചത്. I wanted 4 things. അതുകൊണ്ട് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നത്. Because you were trained in 4 areas. സ്റ്റ്യൂവർഷിപ്പ്, ഗൃഹവിചാരകന്മാരായി തീരണം. You must be a stewards. ഗൃഹവിചാരകന്മാർ അവർ വിശ്വസ്തരായിരിക്കണം. Stewards should be faithful. രണ്ടാമത് ശിഷ്യന്മാരായിരിക്കണം. Secondly, you must become a disciple. ഒരുവൻ എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചവൻ സകലതും വിട്ടിട്ട് എന്നെ അനുഗമിക്കണം. You must leave everything and follow me. അങ്ങനെ അനുഗമിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യന്മാരായി മാറുന്നത്. And those who leave everything and follow are real disciples. പുത്രത്തിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. And you are being raised to sonship. നമുക്ക് പിതാവായ ദൈവം ദൂരെയുള്ള വ്യക്തിയല്ല. Not a father who is far away. അപ്പാ പിതാവേ എന്ന് എപ്പോഴും തിരിച്ചിന് കടന്നു ചെല്ലുവാൻ പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് നമ്മൾ. That we may call him Abba Father, we have received the spirit of sonship. അങ്ങനെ നമ്മുടെ രാജാക്കന്മാരായി വാഴും. That is how we become kings and അതാണ് reign. ദൈവദാസന്റെ ഉള്ളിലെ ആഗ്രഹം തന്നെയാണ്. And this is the desire of the man of നമ്മളെ God. അതിനായി ദൈവം കർത്താവിന്റെ ദാസനോട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Lord is training each one of us. തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ ആയി തീരും. We must be so. ഞാൻ ഇതിപ്പം കർത്താവിന്റെ ദാസന് വേണ്ടി ചിന്തിച്ച കാര്യങ്ങളാണ്. These are things I thought about when I prayed for the man of God. ശുശ്രൂഷയെ ദൈവശാലയിലേക്ക് നടത്തട്ടെ. May the Lord lead you to greater extension in the ministry. ദൈവം വേണ്ട എല്ലാ നന്മകളുടെയും വഴികളെ, ദൈവം വേണ്ട എല്ലാ നന്മകളുടെ വഴികളെയും May the Lord give you all the ways of blessings. ദൈവം നൽകട്ടെ. May the Lord give വീണ്ടും you. വീണ്ടും വിശാലതയിലേക്ക് നടത്തട്ടെ. May the Lord enlarge you. ഓർപ്പിക്കുന്നു. ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നമുക്ക് വേണ്ടി, ഇനി നമുക്ക് പൊതുവായി ചിന്തിക്കാൻ വേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാം. I would like to read one more verse. സങ്കീർത്തനം 84, Psalm 84, 1-ാം വാക്യം. Psalm 84:1. അവിടെ ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ ഇപ്പം നമ്മളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോവാം. യഹോവേ, തിരുനിവാസം
അങ്ങനെ എത്ര Manohara. മനോഹരമായിരിക്കുന്നു. How lovely is your tabernacle, O Lord of hosts. ഇതാരാ പറഞ്ഞത്? Who is കോരഹിന്റെ saying this? പുത്രന്മാർ പറഞ്ഞ കാര്യമാണ്. Son of Korah says നമ്മളുടെ this. ബന്ധത്തിലാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. And I would like to think in those lines. എന്തുകൊണ്ട് ഈ തിരുനിവാസം ഇത്ര മനോഹരമായി? How did this tabernacle become so lovely? മനോഹരമാകത്തക്ക രീതിയിലുള്ളതായ വസ്തുക്കൊണ്ടല്ല ആ ആലയം പണിതത്. Not because it was made by things so lovely. നിങ്ങൾക്കറിയാം, ഇത് കോരഹിന്റെ പുത്രന്മാര് ഒരിക്കലും ആലയത്തിൽ വന്ന പാർട്ടിക്കാരല്ല. The sons of Korah are not people who came to the tabernacle. മോശ തന്റെ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ When Moses led his people, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലെ കോണ്ടക്ഷനെ അവിടെ വായിക്കണ്ട. number 16. അങ്ങനെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയ്ക്കെതിരായിട്ട് നാദാം അബീനാഹു ഇവരെല്ലാവരും കൂടെ കോരഹ് നാദാം അബീനാഹും ഇവരെന്ത് ചെയ്തു? മോശയ്ക്കെതിരായിട്ട് ഉറുക്കാൻ ആരംഭിച്ചു. So these Nadab, Korah, all these people started murmuring against Moses. മോശയ്ക്ക് ഉള്ള ഈ അധികാരം ഞങ്ങൾക്കൊന്നുമില്ല, ഈ അധികാരം ഞങ്ങൾ ശുദ്ധന്മാരല്ല, ഞങ്ങൾ വിശുദ്ധന്മാരല്ല എന്ന് മറ്റേ പാർട്ടിക്കാരോട് ഇളകാൻ തുടങ്ങി. Are we also not saints? Why only Moses has the authority? നമുക്ക് അങ്ങനെയൊക്കെയാണ്. കുറച്ചാൾ റോണി പാഷ മാത്രം ഞങ്ങൾ കൂടെ എന്തായാലും മതി എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ചില കോരഹിന്റെ പുത്രന്മാരൊക്കെ പൊങ്ങിയ സാധ്യതയുണ്ട്. കോരഹിന്റെ ആൾക്കാർ I'm saying this because there could be possibility of such sons of Korah യഥാർത്ഥമായി rising വിളിച്ചു up. വേർതിരിച്ചത് മോശയാ. Actually, it is the Lord who called and separated Moses. മോശയാണ് അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Moses is the one leading them. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേർക്ക് ഞങ്ങൾക്കും എന്താ അങ്ങോട്ട് ചെയ്താലേ, ഞങ്ങൾ ശുദ്ധന്മാരാണ്, ഞങ്ങൾക്ക് എന്നാ കുഴപ്പമെന്നൊക്കെ ചിന്തിച്ചവരുണ്ട്. But in the midst of that, certain people came up and said, why can't we lead? What's wrong with us? അങ്ങനത്തെ ദൈവം തന്നെ പറഞ്ഞു. And then God himself said, ദൈവം തന്നെ ഇടപെടാൻ തുടങ്ങി. God began to intervene. ദൈവം ഒരു പ്രത്യേക ഇടപെടൽ നടത്തി. God did a special intervention. ദൈവം ഭൂമി അങ്ങ് പിളർന്നു. The Lord split the earth. കോരഹ് നാദാം അബീരാമാന്റെ പാർട്ടിക്കാരൊക്കെ ഭൂമി പിളർന്ന് അടിയിലോട്ട് അങ്ങ് പോയി. And Korah, Abiram and Nathan, all these Kor- people went down into the earth. കുറച്ചുപേരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. And some of them were consumed by fire. അപ്പൊ ഈ കോരഹിന്റെ മക്കൾ ഓടിച്ചെന്ന് യാഗപീഠത്തെ പിടിച്ചു. But then the sons of Korah immediately went to the altar of sacrifice. അങ്ങനെ ആശാന്മാർ ആദ്യം ആലയത്തിൽ വരുന്നത്. That is how these people first came. ദൈവം ന്യായവിധി നടത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടോടിയ കോരഹിന്റെ പുത്രന്മാർ ആലയത്തിൽ വന്നു. When the Lord did judgment on Korah, his sons ran to the temple. ഈ ആലയം ദൈവം പറഞ്ഞ പ്രകാരം ഉണ്ടാക്കിയ ആലയമാണ്. This is a temple made as per the plan of God. ഇസ്രായേലിനെ മിസ്രയീമിന്റെ അടിമത്തം വിടിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു ആലയം When പണിയണം. the Lord led the people of Israel from Egypt, the Lord said, I will make a temple so that I want to dwell amongst them. പുറപ്പാട് 25-ാം അധ്യായത്തിലാണ് കാണിക്കുന്നത്. Exodus 25, we read this. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ട നിങ്ങൾ എനിക്കൊരു ആലയം പണിയണം. I want to dwell amongst you and therefore build a temple ദൈവം for me. ആഗ്രഹിക്കുന്നത് നിങ്ങൾ നമ്മുടെ ഇടയിൽ വസിക്കാനാ. God wants to dwell amongst അപ്പൊ us. നിങ്ങൾ എനിക്കൊരു ആലയം പണിയണം. Therefore you must build a temple for അത് me. ഞാൻ പറയുന്ന പ്രകാരമായിരിക്കണം. And it is per my plan. അതിന് പറഞ്ഞ മറുപടി, അതിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതാണ്. And this is the instruction given. ആ ആലയം പണിക്ക് കതിരമരമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. And for that building of the temple, you must use cedars. കതിരമരമായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. You must use this particular wood of cedars. അതെങ്ങനെ? അപ്പൊ അവർക്ക് പറയാം, ഞങ്ങൾക്ക് നമ്മുടെ ദേവദാരുണ്ട്, തേക്കുമരമുണ്ട്, മറ്റുള്ളതായ ഒത്തിരി ഉന്നതമായ വൃക്ഷങ്ങളുണ്ടല്ലോ, ഈ കതിരമരം എന്തിനാ ഉപയോഗിക്കുന്നത്? Why should we use this particular wood? We have all other kind of woods. ഈ കതിരമരത്തെ കൊണ്ടാണ് ദൈവം തന്റെ ആലയം പണി ആരംഭിച്ചത്. And the Lord began to make the temple with this particular ഈ മരത്തിന് ഒരു ഗുണവും വിശേഷമുള്ളതല്ല. Actually, this particular wood is of no use. അതിനെക്കുറിച്ച് പറയുന്നത് വളപ്പും തിരിപ്പും ഉള്ള മരമാണ്. And it is twisted and turned. കണ്ടാൽ ഒരു ആകർഷികവുമില്ല. It's not attractive. കണ്ടു കഴിഞ്ഞപ്പം ആരുള്ളത്, അതിനകത്ത് ആരുകളുള്ളതാ. And it has got a lot of strands in this wood. ഈ വൃക്ഷത്തെയാണ് ദൈവം സെലക്ട് ചെയ്തിരിക്കുന്നത്. But the Lord chose this tree. പക്ഷെ ആ മരം അതേപടി കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? Can you use the wood as it is? ആ മരം വെട്ടിയെടുക്കണം. You have to cut it അപ്പോൾ off. ആലയത്തിന് ഒരുവൻ കൊള്ളാവുന്നവനായി മാറണമെങ്കിൽ ആദ്യം വെട്ടലുണ്ടാകണം, വെട്ടിമുറിക്കലുണ്ടാകണം. If you want to be used in the temple of God, first of all you must be cut off. വെട്ടിമുറിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. It has to be cut off completely. ഈ മരത്തിൽ ഒത്തിരി വള്ളിയൊക്കെ പാടിക്കിടക്കും. വള്ളി ഇങ്ങനെ ശാഖകൾ കിടക്കും. നമുക്കറിയില്ല, കാട്ടിലൊക്കെ മരത്തിൽ ഇങ്ങനെ ഒത്തിരി വള്ളികൾ കിടക്കും.
We know that there are a lot of strands that falls off this tree. ആദ്യം വള്ളികളൊക്കെ വെട്ടി മാറ്റും. You have to cut off these creepers. അതിനുശേഷമാണ് മരം വെട്ടി മുറിക്കുന്നത്. And after that, the tree has to be cut off. മരം വെട്ടി മുറിച്ചാലും അതേ മുള്ളു കിടപ്പുണ്ട്. മുള്ള് ആരുന്നു. Once you cut off the tree, again there are thorns. ഒരു തരത്തെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിനെ കുത്തും മുള്ള. If you sit on it, it ഇപ്പോഴത്തെ will സ്വഭാവം. അതിനെന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് നമ്മൾ നമ്മുടെ ഡിപ്പോയിലോട്ട് കൊണ്ടുപോകും. ഡിപ്പോയിൽ കൊണ്ടുപോകും. മറ്റേ മരം മുറിക്കുന്ന ഏറിയ വാളിട്ട് അറക്കും. And this has to be, you have to use a sword and cut the tree and strip off the thorns. ആ വാളിട്ട് അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ തടവും മുഴയെല്ലാം അങ്ങ് മാറ്റും. And kind of polish this rough edges. അങ്ങനെ സ്ട്രെയിറ്റ് പലകയായിട്ട് വരും. And it has to be a straight plank. അങ്ങനെയാണ് ഈ വളപ്പും തിരിപ്പും മുള്ളുവെള്ള ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇത് സ്ട്രെയിറ്റ് പലകയായി കിട്ടും. We need to cut off the thorny rough edges and make it a straight plank. ഈ പലകയെ ആണ് ദൈവം തന്റെ ആലയത്തിൽ ഉപയോഗിച്ചത്. Praise the Lord. And this plank is used in the temple of God. ഒരിക്കലും ഗുണവാകത്തില്ലെന്ന് വിചാരിച്ച, ഒരിക്കലും കൊള്ളത്തില്ലെന്ന് വിചാരിച്ച വളപ്പും തിരിപ്പും മുള്ളും ആരും ഉണ്ടായത് ഈ മരത്തെയാണ് ദൈവം തന്റെ ആലയത്തിന്റെ പലകയായി ഉപയോഗിച്ചത്. People who thought that this is of absolute no use, God used such a wood for the building of the temple. അങ്ങനെയുള്ള നമ്മളെ ഓരോരുത്തരെയാണ് ദൈവം തന്റെ സഭയിലേക്ക് എടുത്തത്. ഹല്ലേലൂയ. Such people like us, God is used. നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മളെ ദൈവമാക്കി എടുത്തത്. Not because of our abilities. ഒരു കാലത്ത് വളപ്പും തിരിപ്പുമുള്ളവരും മുള്ളുകളുമുള്ളവരും ആരുകളുണ്ടായ ആർക്കും അടുക്കാൻ കഴിയാത്തവണ്ണം മൊട്ടാനും ഉള്ളുന്നതായ മുറിവേൽപ്പിക്കുന്നതായ സ്വഭാവമുള്ള നമ്മളെ കർത്താവ് വിളിച്ചു വേദിച്ച് ആലയത്തിന്റെ ഭാഗമാക്കി മാറ്റിയതിനായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Thank God, because we were once like thorns, we had characters that hurt others, but today the Lord has chiseled us and polished us and built us, made us as an instrument in the temple of God. ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല. God did not stop there. ആ പലക വീണ്ടും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. He covered it with gold. ആ പലക ഒന്നോടൊന്ന് ചേർത്ത് വെച്ചു. And put them all together. ആ ചേർത്തെടുക്കപ്പെട്ടതായ ആലയത്തിലേക്കാണ് ഇപ്പോൾ കോരഹിന്റെ പുത്രന്മാർ വന്ന് കയറിയത്. And to such a temple, sons of Korah entered. ഇപ്പോൾ അവൾ നോക്കിയപ്പോൾ അയ്യോ എത്ര മനോഹരം. Now how beautiful is the temple. യഹോവേ തിരുനിവാസം എത്ര മനോഹരമായിരിക്കുന്നു. And how lovely is your tabernacle. എന്തുകൊണ്ടാണ് ഇത് മനോഹരമായിരിക്കുന്നത്? Why is it beautiful? ഞാൻ പറഞ്ഞല്ലോ ഇത് മനോഹരമായ തടി കൊണ്ടുണ്ടാക്കിയതല്ല. Not because it was made with beautiful things. അതിൻ്റെതായിരിക്കുന്ന വളപ്പും തിരിപ്പും മുള്ളും ആരുമെല്ലാം കളഞ്ഞിട്ട് and because it was polished to remove the thorns and rough edges. അതിന് അവിടെ ആലയത്തിൽ മോശം എന്ത് ചെയ്തിരിക്കുന്നു? പലകളെല്ലാം പൊന്നുകൊണ്ട് അങ്ങ് പൊതിഞ്ഞു. And then overlaid it with gold. ഇപ്പം തടി കാണാനില്ല. Now you cannot see the wood anymore. മരം കാണാനില്ല. You can't see the tree anymore. ദൈവം തന്റെ നീതിയുടെ വസ്ത്രം അണിയിച്ചു. ഹല്ലേലൂയ. Because the Lord has clothed us with the robe of righteousness. അവൻ തന്റെ തേജസ്സ് കൊണ്ട് നമ്മളെ അണിയിച്ചു. He has covered us with his glory. ഇപ്പം മരപ്പലകയല്ല കാണുന്നത്. Now you don't see the wood. ഇപ്പോൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞ പലകകളാണ്. And now we see overlaid with gold. ഈ പലകളെല്ലാം ഒന്നോടൊന്ന് ചേർന്നിരിക്കുകയാണ്. All these things are brought together. ഈ ആലയത്തിന്റെ അകത്ത് തങ്ക വിളക്കുകളുണ്ട്. And there are golden lampstands. കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. There's a table of showbread. ഇതെല്ലാം പൊന്നുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. All these things are overlaid with ഇതിനകത്ത് gold. ഒരു പൊടി പോലും പറ്റിയിട്ടില്ല. Not even a speck of dust is ഇതെല്ലാം there. നല്ല മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Everything is shining and perfect. എന്തുകൊണ്ട് ഇത് മിന്നി തിളങ്ങാൻ ഇടയായി തീർന്നു? Why is it all shining? ഇതിന്റെ അകത്തെ പലകളെല്ലാം ഒന്നോടൊന്ന് ചേർന്നിരിക്കുകയാണ്. Because all the planks are joined together. പുറത്തുനിന്ന് പൊടികൾ കയറാൻ അനുവദിച്ചില്ല. You won't allow any dust to enter അതുകൊണ്ട് from ഇതിന്റെ അകത്തെ outside. വിശുദ്ധ വസ്തുക്കളെല്ലാം ശുദ്ധമായിരിക്കുകയാണ്. All the holy things are holy here. അതുകൊണ്ടാണ് കോരഹിന്റെ പുത്രൻ വന്നപ്പോൾ മണ്ണ് മുടങ്ങാലിരിക്കുന്ന പൊന്നു വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. And that is why when the sons of Korah entered, they saw golden lampstands. മേശകൾ തിളക്കമാണ്. They saw the table മനോഹരമായ വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആലയം. filled with beautiful objects. എന്തുകൊണ്ടാണ് ഇത് മനോഹരമായത്? Why is it beautiful? പലകകൾ ഒന്നോടൊന്ന് ചേർന്ന് തരുന്നു. Because the planks were all അതിന്റെ tied അകത്ത് together. പുറത്തു നിന്നുള്ള ഭാഗ്യശക്തികൾ കയറാൻ അനുവദിച്ചില്ല. No external forces
force could enter in. അതിനകത്ത് മറ്റു പൊടികൾ കയറാൻ അനുവദിച്ചില്ല. It didn't allow any dust to enter അതുകൊണ്ട് inside. അതിന്റെ അകത്തെ വസ്തുക്കളെല്ലാം മനോഹരമായി തന്നെ ഇരിക്കുകയാണ്. And so all the holy objects remained അതുകൊണ്ടാണ് അതിലെ beautiful. വസ്തുക്കൾ മനോഹരമായിരുന്നത്. That is why the objects in the temple were beautiful. ഇതുപോലെ തന്നെയാണ് In the same way, ദൈവമക്കളായ നാം children of God like us, ഒന്നോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ when we are bound with ഇതിന്റെ each അകത്തെ other, ശുശ്രൂഷകളെല്ലാം മനോഹരമായിരിക്കും. all the ഹല്ലേലൂയ. ministries inside will be beautiful. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് എത്ര ശുഭവും എത്ര ശ്രേഷ്ഠവുമായിരിക്കുന്നു. How beautiful it is for brothers to dwell together in നമ്മുടെ unity. കൂട്ടായ്മ ഇത്ര മനോഹരമായി നിൽക്കണമെങ്കിൽ If our fellowship has to be so നമ്മൾ ഓരോരുത്തരും beautiful, അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിച്ചിരിക്കണം. we must be together in love. മറ്റുള്ള ശക്തികൾക്ക് ഇതിനകത്ത് കയറാൻ അനുവദിക്കരുത്. We need not allow any other opposing forces to ഒരു enter വിടവുണ്ടായി inside. പിശാച് അതിനകത്ത് കയറാൻ അനുവദിക്കരുത്. We should not allow any gap so the devil can enter inside. പിശാചിന് ഇടം കൊടുക്കരുത്. Do not give place for the ഈ enemy. പലകൾ ഒന്നോടൊന്ന് ആടാൻ തുടങ്ങിയാൽ If the planks are begin to shake and develop a gap, ഇപ്പോൾ കാണുന്നത് പൊന്നു പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. now it is overlaid with gold. എന്നാൽ ഈ പലകകൾ ആടാൻ തുടങ്ങിയാലേ When these planks begin to move, അതിന്റെ അകത്ത് തേയ്മാനം ഉണ്ടാകും. there will be a wear and tear. ആ തേഞ്ഞ് പൊന്നുകൊണ്ട് പൊതിഞ്ഞ ഭാഗങ്ങളൊക്കെ തേയാൻ തുടങ്ങും. The areas covered in gold will wear and tear. അപ്പോഴത്തേക്ക് തടിയുടെ ഭാഗങ്ങൾ കാണാൻ തുടങ്ങും. And that is when you will actually begin to see the inside part, which is അപ്പോഴാണ് the wood. അച്ചായന്മാരുടെ കൈയൊക്കെ ഞാൻ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നത്. That is when some people will come and tell you, do you know who I am? നമുക്ക് ചില കൂട്ടായ്മയെ കണ്ടിട്ടില്ലേ Haven't you seen in some fellowships? പലകകൾ ആടി These planks are moving ആ and തേജസ് നഷ്ടപ്പെടുമ്പോൾ glory is lost. ആ മനുഷ്യ സ്വഭാവം വെളിപ്പെടും. The human nature will come അവനാണ് out. ഞാൻ ആരാന്നറിയാമോ. And then he says, do you know who I am? ഞാനിപ്പോ അങ്ങോട്ട് എന്റെ മാനസാന്തരം മാറ്റി വെച്ചേക്കുക. I am keeping away my repentance. അത് ആടുമ്പോൾ ഇങ്ങനെ പലകകൾ നമ്മൾ ആടുമ്പോഴാണ് തേയ്മാനം സംഭവിക്കുന്നത്. It is when the planks move against each other when wear and tear അപ്പോഴാണ് happens. അകത്തെ പൊള്ളി പുറത്തു വരുന്നത്. That is when the true person അപ്പം inside ഇത് comes വെറും out. പൂശല്ല, ഇതിന്റെ അകത്തുണ്ട് വേറെ സാധനം കിടപ്പുണ്ട് ഇപ്പോഴും. And then you know that there is still some original thing ആ inside. മനുഷ്യത്വ സ്വഭാവം കാണിക്കാനല്ല നമ്മളിവിടെ ആയിരിക്കുന്നത്. We are not here to show that human nature. നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വത്താൽ പിടിക്കപ്പെട്ടവരാണ്. We are covered with the glory of Christ. ക്രിസ്തുവിന്റെ തേജസ്സിനാൽ അണിയപ്പെട്ടവരാണ്. We are covered with the glory of നമ്മളെ Christ. കാണുന്ന ഒരു കർത്താവിനെ കാണുവാൻ Those കഴിയും. who see us should see the Lord. മറ്റുള്ളവരകത്തേക്ക് കടന്നു വരുമ്പോൾ When other people walk into this നമ്മുടെ സ്നേഹം church, കാണുവാൻ കഴിയണം. they should be able to see the love we നമ്മുടെ display. കൂട്ടായ്മ കണ്ട് സന്തോഷിക്കാൻ ഇടയായി തീരണം. They should rejoice with the fellowship that they ഇവിടെ see. കടന്ന് ഓരോരുത്തരും പറഞ്ഞാൽ ഇവിടെ വന്നാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമായെന്നുള്ളത്. Many people testified how happy we became after coming here. അതുപോലെ സാക്ഷി പറയണം. We need to hear such അനേക testimonies. കോരഹിന്റെ പുത്രന്മാർ പുറത്ത് ന്യായവിധിക്കായി വിധിക്കപ്പെട്ടവരുണ്ട്. There are many sons of Korah who are bound to judgment outside അവര് the കടന്നു church. വരുമ്പോൾ When they come inside, കോരഹിന്റെ പുത്രന്മാർ പറഞ്ഞതുപോലെ, as the sons of Korah said, ഓ ഇതെത്ര മനോഹരമായിരിക്കുന്നു. how lovely is your tabernacle. ഞങ്ങൾ വിചാരിച്ചത് ഒരു വലിയ കോലാഹലമല്ല. It is not some chaotic meeting. ഇവിടെ ദൈവസ്നേഹത്തെ ഞങ്ങൾക്ക് കാണാൻ We കഴിയുന്നുണ്ട്. can see the love of God in this ഇവിടെ place. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ കഴിയുന്നുണ്ട്. And we can feel the presence of God ഇവിടെ in this ദൈവിക place. വെളിപ്പാടുകൾ കാണാനായി തീർന്നിട്ടുണ്ട്. We are able to see the revelations of the ഇങ്ങനെ Lord. സാക്ഷി പറയണം. Other people should testify. യഹോവേ തിരുനിവാസം എത്ര മനോഹരമാണ്. How lovely is your tabernacle, O നമ്മളെ Lord. ഇവിടെ കടന്ന് ഓരോരുത്തരും അക്കറെ സാക്ഷി പറയണം. Everyone entering into this place must have such a അതൊറ്റ testimony. കാര്യമുള്ളൂ, ഒന്നിച്ച് നിൽക്കണം. The only one thing, we must stay united. പലകകൾ ഒന്നിച്ച് നിൽക്കണം. All the planks should stay together. നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു. We were not worthy of ഒരു it. കാലത്ത് വളപ്പും തിരിപ്പും ഉള്ളവരായിരുന്നു. Once we were rough. ഒരു കാലത്ത് മുള്ളുകൾ പോലെ ജീവിച്ചവരാണ്. Once we had many thorns and character issues. എന്നാൽ അതെല്ലാം മാറ്റിയെടുത്ത് But now the Lord has chiseled all of നമ്മളെ those things. നേരെയുള്ള പലകളാക്കി മാറ്റി. Made us straight planks. അതിന്മേൽ പൊന്നു പൊതിഞ്ഞ് And laid us with നമ്മൾ gold. ആലയത്തിന്റെ ഭാഗമാക്കി മാറ്റി. Made us part of the temple. ഈ ആലയത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന നാം And we who have become part of this temple ഒത്തൊരുമിച്ച് നിൽക്കണം. should stand together as one unit. ഇതിന്റെ അകത്ത് പിശാചിന് ഇടം കൊടുക്കരുത്. Do not give room for the enemy. വിടവിലൂടെ കയറി അവൻ കൈകാര്യം ചെയ്യാൻ സാധ്യതകളുണ്ട്. If you're going to give him a gap, there is a chance that he can enter and do things here. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ But only when we
stand together, ഇതിന്റെ അകത്തെ മനോഹരത്വം കാണാൻ കഴിയുള്ളൂ. will others be able to see the loveliness in this ഇവിടെയാണ് place? ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. This is where the work of the Lord will be ഇവിടെയാണ് revealed. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത്. Here is where the miracles of the Lord നമ്മുടെ happen. സ്നേഹത്തിന്റെ കൂട്ടായ്മ നിൽക്കുമ്പോൾ, When we stand in the unity of നമ്മുടെ love ഐക്യതയിൽ fellowship, നിൽക്കുമ്പോൾ in unity, ഈ കൂട്ടായ്മ വർദ്ധിച്ചു വരും. this fellowship will increase. ഇനിയും അനേക ഭാരകിന്റെ പുത്രന്മാർ Even more sons of Korah കടന്നു വരട്ടെ. must come inside. അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. Let them experience അവർ the presence സാക്ഷ്യം of പറയട്ടെ. God. Let them ഇതെത്ര testify. മനോഹരമാണ്. How lovely is your നമ്മൾ tabernacle. ഓരോരുത്തരും അതിനായി പ്രാർത്ഥിക്കാം. Let's pray that each one of us, സ്നേഹത്തിന്റെ ആത്മാവിൽ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ that we might stand together in one spirit of love. ഇതുവരെ ഈ നടത്തിയ കർത്താവ് The Lord who has led us thus far ഇനിയും നടത്തട്ടെ. will lead us. രാജാക്കന്മാരും പ്രഭുക്കന്മാരും മന്ത്രിമാരും നമ്മുടെ കൂട്ടായ്മയിൽ ഉയരുമാറാകട്ടെ. May kings and priests and ministers and rulers be part തേജസ്സിന് of our fellowship. ശുശ്രൂഷകൾക്കായി ദൈവദാസനും കുടുംബത്തെ ശക്തീകരിക്കട്ടെ. May the Lord strengthen the man of God for glorious ministry ahead. ഈ സമയത്ത് ഞാൻ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I would like to pray for them at this time. ഷേർലി മാമിക്ക് വേണ്ടിയിട്ടും നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഈ ഇത്രയും നാൾ നടത്തിയ ദൈവദാസൻ നമ്മുടെ പ്രിയപ്പെട്ടതായ റോണി പാസ്റ്റയും ഷേർലി പാസ്റ്റയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കരങ്ങൾ ഇവർക്ക് ഇവിടെ ഇരുന്നാലൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായ ദൈവദാസന്മാരുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 18ാമത്തെ പുതിയ അഭിഷേകത്തോടെ തുറന്നുള്ള ശുശ്രൂഷയിലും കർത്താവിനെ അഭിഷേകം ചെയ്യുവാൻ ഇനിയും അനേകം മുത്തുകളെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എടുക്കത്തക്കവണ്ണം ആയിരങ്ങൾക്ക് 10,000 പ്രയോജനമായി തീരുവാൻ ദൈവം കർത്താവിന്റെ മകനെ പ്രിയമകളെ ശക്തമായി ഉപയോഗിക്കണം. പ്രാർത്ഥന എല്ലാവരുടെയും കരങ്ങൾ ചേർന്നിരുന്നാട്ടെ. കഴിഞ്ഞ കാലങ്ങളെ കളപ്പുറമായി ആള് മാറിയവരെ പോലെ തേജസ്സേറിയ ശുശ്രൂഷകൾക്കായി പ്രിയ മകനെയും മകളെയും ശക്തമായി ഉപയോഗിക്കേണ്ടതായി കർത്താവിന്റെ ദാസൻ റോണി പാഷേ അനുഗ്രഹിക്കപ്പെട്ടതിന് വർദ്ധിച്ചു വരുവാൻ വർഗത്തിലെ ദൈവത്തിന്റെ കൃപ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ കൊടുത്തതിനായി സ്തോത്രം, കൂട്ടുപ്രവർത്തകരെ കൊടുത്തതിനായി സ്തോത്രം, ദൈവമക്കളെ കൊടുത്തതിനായി സ്തോത്രം, എല്ലാവരെയും ദൈവങ്ങളെയും വളർത്തുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. തന്റെ ദാസൻ ആഗ്രഹിച്ചതുപോലെ കർത്താവേ അനേകരെ കാര്യവിചാരകന്മാരായി വളർത്തുവാൻ, ശിഷ്യന്മാരെ വാക്കിയെടുത്തുവാൻ, മക്കളായി ഒരുക്കിയെടുക്കുവാൻ, രാജാക്കന്മാരെ വാഴുവാൻ ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം വരും ദിവസങ്ങളിൽ ശുശ്രൂഷകളിൽ വിശാലത കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ മുത്തുകൾ പെറുക്കിയെടുക്കുന്നത് പോലെ വചനത്തിന്റെ ആഴങ്ങളിലെ മുത്തുകൾ പെറുക്കിയെടുത്ത് ദൈവമക്കൾക്ക് വിതരണം ചെയ്യുവാൻ, അവരെ ആത്മീയമായി പുഷ്ടിപ്പെടുത്തുവാൻ സ്വർഗ ദൈവത്തിന്റെ കൃപ പറയണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിച്ച് അധികാരത്തോടെ ബഹുനിശ്ചയത്തോടെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി വർദ്ധിച്ചേരുവാൻ ദൈവസഭയ്ക്കൊരു മുതലുകൂട്ടായി പരിശുദ്ധാത്മാവിനാൽ നിറയെ സൂക്ഷിപ്പാൻ തലമുറകളെയും കർത്താവ് ഉപയോഗിക്കണമേ. ഇവിടെ കൂടി വന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം തുറന്നു. ആയിരങ്ങളോട് ഒന്നിച്ചിന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ ശുശ്രൂഷ കൊടുക്കുവാൻ, ആയിരങ്ങളെ ശിക്ഷത്തിലേക്ക് നടത്തപ്പെടുവാൻ, ആയിരങ്ങളെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ, കർത്താവിന്റെ മഹത്വ ഉന്നതമായ നിലവാര ദീർഘായുസോടെ സൂക്ഷിപ്പാൻ, പ്രാഗൽഭ്യത്തോടെ സൂക്ഷിപ്പാൻ, പരിശുദ്ധാത്മാവിനെ സൂക്ഷിപ്പാൻ തുറന്ന് സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി നിലനിർത്തണമേ. ദൈവസഭയ്ക്കൊരു മുതൽകൂട്ടായി നിലനിർത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതായി സ്തോത്രം ചെയ്യാം. God bless you. God bless you.